കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, കഴിവുള്ള പലരുടെയും പരാജയ കാരണം വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുവാനും അഭിവൃദ്ധിപ്പെടുത്തുവാനും അവർക്ക് സാധിക്കാത്തതാണ്. ഉന്നത ബിരുദങ്ങളും സൈദ്ധാന്തിക നേട്ടങ്ങളും അവർക്കുണ്ടായിരിക്കാം. അസൂയാവഹമായ മേധാശക്തിയും വൈജ്ഞാനിക സിദ്ധിയും അവർ ആർജിച്ചിരിക്കാം. എങ്കിലും അവരുടെ കുടുംബജീവിതം തികഞ്ഞ പരാജയമായി തീരുന്നു. ഔദ്യോഗിക വൃത്തങ്ങളിലും ഔന്നത്യം പ്രാപിക്കുന്നില്ല. കാരണം മറ്റുള്ളവരുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവ് അവർക്കില്ല എന്നുള്ളത് തന്നെ. സമൂഹത്തിലെ അംഗങ്ങളെന്ന നിലയ്ക്ക് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുവാൻ സാധ്യമല്ല. എല്ലാ രംഗങ്ങളിലും മറ്റുള്ളവരുമായി നിരന്തരം സമ്പർക്കം പുലർത്തേണ്ടവരാണ് നാം ഓരോരുത്തരും. അത് സുഗമവും വിജയകരവുമാക്കുന്നതിനെ അനുസരിച്ചായിരിക്കും നമ്മുടെ മാനസികമായ സൗഖ്യവും സമാധാനവും. ജീവിതത്തിലെ ഏത് തുറയിൽപ്പെട്ടവരെ സംബന്ധിച്ചും ഇത് വാസ്തവമാണ്. ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പഠനശാഖകൾ ഇന്ന് ഒരുപാടുണ്ട്. എന്നാൽ ഈ സന്ധിയിൽ 5 കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1, പ്രതിപക്ഷ ബഹുമാനം പുലർത്തുവാൻ കഴിയുക. മറ്റുള്ളവർ ആരും തന്നെ ആയിക്കൊള്ളട്ടെ, അവരുടെ വ്യക്തിത്വത്തെ ആദരിക്കുവാൻ നാം പഠിക്കണം. ഉന്നത സ്ഥാനീയരെ മാത്രമല്ല, താഴ്ന്ന സ്ഥിതിയിലുള്ളവരെയും ആദരിക്കുവാൻ നമുക്ക് കഴിയണം. 2, അടുത്ത് ഇടപെടേണ്ടി വരുന്നവരുടെ സ്വഭാവത്തെയും നടപടികളെയും സൂക്ഷ്മമായി കണ്ടറിയുകയാണ് വേണ്ടത്. 3, മറ്റുള്ളവരുടെ നിലയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കണം. ആ നിലയിലാണ് നാമെങ്കിൽ എന്താണ് ഇഷ്ടപ്പെടുക, എങ്ങനെയാണ് ചിന്തിക്കുക, എவ்விதമായിരിക്കും പ്രതികരിക്കുന്നത്, ഈ വിധത്തിൽ സ്വയം ചോദിക്കുവാനും ഉത്തരം കണ്ടുപിടിക്കുവാനും കഴിഞ്ഞാൽ നമ്മുടെ പെരുമാറ്റത്തിന് വലിയ വ്യത്യാസം ലഭിക്കും. 4, എല്ലാവരിലും ചില കുറ്റങ്ങളും കുറവുകളും ഉണ്ട് എന്ന് ഓർക്കുക. പരിപൂർണത ആരിലും കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. നാം തന്നെ ഒന്നിലും പരിപൂർണരല്ലാതിരിക്കെ മറ്റുള്ളവരിൽ അത് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നതും ശഠിക്കുന്നതും ശരിയാണോ? ഭവനത്തിലായാലും ഓഫീസിലോ തൊഴിൽശാലയിലോ എവിടെയായാലും മറ്റുള്ളവരുടെ വീഴ്ചകളെയും കുറവുകളെയും ക്ഷമയോടെ പൊറുക്കുവാൻ ശീലിക്കണം. അഥവാ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നാൽ അത് വിവേകത്തോടും മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താത്ത വിധത്തിലും ആയിരിക്കണം. 5, നല്ലത് വല്ലതും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രവർത്തകരെ പ്രശംസിക്കുവാൻ മടി കാണിക്കരുത്. പ്രശംസ നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. കുറ്റം കാണുമ്പോൾ വഴക്ക് പറയാനും ശാസിക്കാനും നാം മറക്കാറില്ല. എന്നാൽ നല്ലത് വല്ലതും ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിക്കാനുള്ള താല്പര്യം അത്ര തന്നെ ഉണ്ടാവണമെന്നില്ല. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടായില്ല, അവ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങൾ ദൃഢമാകും എന്ന് ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ ഒരു വശത്തും പ്രായോഗിക രംഗം മറ്റൊരു വിധത്തിലുമായാൽ എന്താണ് പ്രയോജനം? അല്പം സാമാന്യ ബുദ്ധിയും പ്രായോഗിക ജ്ഞാനവുമാണ് അത്യന്താപേക്ഷിതം. ആളുകളുമായി നന്നായി പെരുമാറുവാനും സൗഹൃദത്തോടെ വർത്തിക്കുവാനും കഴിയുകയാണ് നമ്മുടെ ആവശ്യം. മുകളിൽ സൂചിപ്പിച്ച 5 കാര്യങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ ഈ ലോക ജീവിതത്തിൽ വ്യക്തിബന്ധങ്ങൾ ദൃഢപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ, മുന്നോട്ട് സാധിക്കുമോ എന്ന് ഒന്ന് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.